നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം പണിയ കോളനിയിൽ നിന്നും കാണാതായ രാമനെ കാടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർഡ് മെമ്പർ ജിനീഷിന്റെ നിർദ്ദേശപ്രകാരം 60ഓളം ആളുകൾ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കാടിനുള്ളിൽ മരിച്ച നിലയിൽ രാമനെ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ വനവിഭവം ശേഖരിക്കുവാൻ കൊടുമ്പുഴ കാട്ടിൽ പോയ രാമൻ തിരിച്ചു വരാതായതോടെയാണ് കുടുംബങ്ങളും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചത്. തോർത്തുമുണ്ടും കത്തിയുമായി വനത്തിനുള്ളിൽ പോയ രാമന് വല്ല അപകടവും പറ്റിയോ എന്നറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു. ഓടക്കയം വാർഡ് മെമ്പറും TDRF ഊർങ്ങാട്ടിരി കോർഡിനേറ്ററുമായ ജിനീഷ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവാലി ഫയർഫോഴ്സും താലൂക്ക് ദുരന്ത നിവാരണ സേനയും സിവിൽ ഡിഫൻസും നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റും നാട്ടുകാരും ഫോറസ്റ്റ് അധികൃതരും ഇന്ന് തിരച്ചിലിനെത്തിയത്. വീടിന് മുകളിൽ 1 കിലോമീറ്റർ അകലെ വെള്ളക്കെട്ടിന് സമീപം മരിച്ച നിലയിലാണ് രാമനെ കണ്ടെത്തിയത്. TDRF ഏറനാട് വളണ്ടിയർമാരായ ഷിജാദ് അരീക്കോട്, ജുനൈസ് കീഴുപറമ്പ്, അൻവർ കീഴുപറമ്പ്, നിഷാദ് തോട്ടുമുക്കം, ഫോറസ്റ്റ് വാച്ചർ പത്മനാഭൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രാമനെ കണ്ടെത്തിയത്. കാടിനുള്ളിലെ വെള്ളച്ചാട്ടത്തിന് അരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 60-ലധികം വരുന്ന സന്നദ്ധ വളണ്ടിയർമാരാണ് ഇന്ന് തിരച്ചിലിനെത്തിയത്. ഇവരെ 5 പേർ അടങ്ങുന്ന ടീമായി വേർതിരിച്ച് ഓരോ മേഖലയിലേക്ക് തിരച്ചിലിനെ അയക്കുകയായിരുന്നു. ശക്തമായ വെള്ളച്ചാട്ടവും മഴയും വകവയ്ക്കാതെയായിരുന്നു സേവന സന്നദ്ധരായ വളണ്ടിയർമാർ ഇന്ന് തിരച്ചിലിനായി എത്തിയത്. അരീക്കോട് പോലീസും കൊടുമ്പുഴ ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.